തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായി ലീഡ് LDF പിടിക്കുന്നു NDAക്ക് മുകളിൽ 18 LDF, 16 മാത്രം NDA എന്ന നിലയിൽ NDA 16 മുകളിലേക്ക് LDF വന്നിരിക്കുന്നു. 18 UDF 9 എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു LDF എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ വളരെ പ്രധാനപ്പെട്ട വിവരം. തൃശൂർ കോർപ്പറേഷനിൽ 4 ഡിവിഷനുകളിൽ UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നതുകൂടി. കോർപ്പറേഷൻ കണക്കിൽ ഇപ്പോൾ മാറ്റം വരും. ഇപ്പോൾ മൂന്ന് കോർപ്പറേഷൻ കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം അത് മൂന്നും വരും. പക്ഷേ കോഴിക്കോടാണ് ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു നില. അതിന്റെയും അപ്ഡേഷൻ അറിയേണ്ടതുണ്ട്. നമുക്ക് കോഴിക്കോടും കൊല്ലവും ഉടനെ ഒന്ന് കിട്ടേണ്ടതുണ്ട്. നഗരസഭകൾ ഇതെല്ലാം വേണ്ടതാണ്. എല്ലാവരിലേക്കും വേഗത്തിൽ പോയി വരേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രസകരമായ മറ്റൊരു കണക്ക് പാലക്കാട് നഗരസഭ, മണ്ണാർക്കാട്, അവിടെ LDFും UDFും ഒപ്പത്തിനൊപ്പം. UDF നഗരസഭയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധാകേന്ദ്രമാക്കിയ പല കാരണങ്ങൾ കൊണ്ടും ആയ മണ്ണാർക്കാട് LDF മെച്ചപ്പെട്ടു വന്നു എന്നുള്ളതാണ്. 5 LDF ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ 38 വാർഡിൽ UDFന് വിജയം, സാബു കോറോത്ത് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലെയും കോഴിക്കോട്ടെയും തൃശ്ശൂരിലെയും അടക്കം നഗരസഭാ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. സുജു ടി ബാബു ചേരുന്നു. സുജു, ഫെനി നൈനാന്റെ തോൽവി അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തൻ അനുയായി. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ് ഫെനി നൈനാൻ. വ്യാജ തിരിച്ചറിയൽക്കാട്, അതുപോലെ ലൈംഗിക പീഡന കേസിലെ പ്രതി, അതുപോലെ തന്നെ പെട്ടി വിവാദം, ഇതിലെല്ലാം ഫെനി രാഹുലിനൊപ്പം നിന്ന UDFിൽ കലഹമുണ്ടാക്കി മേടിച്ചതാണ്. ആ സീറ്റിലാണ് ഇപ്പോൾ തോറ്റിരിക്കുന്നത്. നന്നായി തോറ്റു എന്ന് പറയാം. BJPയോട് കൂടിയാണ് ആ സീറ്റിൽ തോറ്റിരിക്കുന്നത്. നന്നായി തോറ്റു എന്ന് പറഞ്ഞാൽ BJPയോടാണ് തോറ്റിരിക്കുന്നത്. ശരി, നഗരസഭയിൽ പൊതുവിൽ ലീഡ് എങ്ങനെയുണ്ട്? നഗരസഭയിൽ LDF ആണ് ഇപ്പോൾ അടൂർ നഗരസഭയിൽ ലീഡ് ചെയ്യുന്നത്. നേരത്തെ നഗരസഭയിൽ LDF തന്നെയായിരുന്നു ഭരിച്ചിരിക്കുന്നത്. LDFന് ഇപ്പൊ 5 സീറ്റിന്റെ ലീഡ് അടൂർ നഗരസഭയിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്.